ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡേറ്റ്സ് പിക്കിളാണ് ഉണ്ടാക്കുന്നത്. ഈന്തപ്പഴ അച്ചാർ. അതിനുവേണ്ടി ഞാൻ 1 കിലോ ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ചേർക്കേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ. കുറച്ച് പുളി ആവശ്യമായിട്ടുണ്ട്, വാളം പുളി. ഇതെല്ലാം ഞാൻ പറഞ്ഞു തരാം. ഇപ്പം നമ്മൾ കുറച്ച് ഓയിൽ ഒഴിക്കുകയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത്, ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള കോക്കനട്ട് ഓയിലാണ്. അതാണ് ഞാനിപ്പോൾ ഇതിന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തേക്കുന്നത്. ചിലർ നല്ലെണ്ണ എടുക്കാറുണ്ട്, അതും നല്ലതാണ്. ഇനി കുറച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം നമ്മുടെ ഉലുവ കുറച്ച് പൊടിച്ചത് ഇട്ട് കൊടുക്കുക. അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കുക. പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, പിന്നെ പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളക് ഇടണം. എനിക്ക് പച്ചമുളക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വത്തൽമുളക് ഇട്ടത്. വെളുത്തുള്ളി, കറിവേപ്പില, ഈ വത്തൽമുളക്, ഇത്ര സാധനങ്ങളെ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇതിങ്ങനെ ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും, അങ്ങനെ ഒരു ഫ്രൈ ആകുമ്പോഴേക്കും നമ്മൾ അതിനകത്തേക്ക് കാശ്മീരി മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. കാശ്മീരി മുളക് പൊടി ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും ഇങ്ങനെ ഒരു ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വാളംപുളി കുറച്ച് പിഴിഞ്ഞെടുക്കണം. അത് ഇച്ചിരി ചൂടുവെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് പിഴിയാനൊക്കെ എളുപ്പമുണ്ട്. അങ്ങനെ നമ്മുടെ വാളംപുളി നമ്മളിങ്ങനെ പിഴിഞ്ഞ് എടുക്കുവാണ്. കുറച്ചേറെ വെള്ളം നമുക്ക് പിക്കിളിന് ആവശ്യമായിട്ട് വരും. കാരണം ഈന്തപ്പഴം നന്നായിട്ടിങ്ങനെ വെള്ളം നന്നായിട്ട് വലിച്ചെടുക്കുന്ന ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ഏറെ വെള്ളം ഒഴിക്കണം. അതിനുശേഷം നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ശർക്കരപ്പൊടി ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളതുപോലെ നല്ല മധുരം വേണ്ടവർക്ക് കൂടുതൽ ഉപയോഗിക്കാം, അല്ലാത്തവർക്ക് 1 സ്പൂൺ ഇട്ടാൽ മതിയാവും. എല്ലാത്തിനും ശേഷം നമ്മുടെ ഈന്തപ്പഴം എടുത്ത് നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഡേറ്റ്സിൻ്റെ പിക്കിളിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ വീട്ടിലത്തെ ആണുങ്ങളൊക്കെ ആണെങ്കിൽ ഡേറ്റ്സ് മധുരമായതുകൊണ്ട് കഴിക്കാനായിട്ട് ഒഴിവാക്കും. പക്ഷേ ഇങ്ങനെ പിക്കിളാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് നല്ലതാണ്. ഡേറ്റ്സ് അവർ കഴിക്കുന്നത് കൊണ്ട് ഹാർട്ട് അറ്റാക്ക് പോലെയുള്ളതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. കൊളസ്ട്രോൾ നല്ലോണം കുറയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെ മസിലിൻ്റെ ആണെങ്കിലും ബോണിൻ്റെ ആണെങ്കിലും ഒക്കെ സ്ട്രെങ്ത് കൂടും. അപ്പം കാഴ്ചശക്തി വർദ്ധിക്കും. അതുപോലെ തന്നെ വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഡേറ്റ്സ് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സാധനമാണ് ഈ ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് നമ്മൾ പിക്കിളാക്കി വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് പിക്കിളാക്കി എടുത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഡേറ്റ്സ് പിക്കിൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ഉണ്ടാക്കി നോക്കുക, കമൻറ്റ് പറയുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്